ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതൊന്നും വേണ്ട ഊർമിളെ, പ്ലീസ്. വീട് പണിയൊക്കെ നടക്കുകയല്ലേ, ഇതെന്റെ ഒരു സന്തോഷത്തിന് തരുന്നതാ. ഊർമിളെ, ഇതിലൊരു തർക്കം വേണ്ട. നിങ്ങളുടെ വീട് പണി എത്രയും വേഗം പൂർത്തിയാക്കണം. നിങ്ങളെപ്പോലെ തന്നെ മധുചന്ദ്രലേഖയുടെ പണി എത്രയും വേഗം തീരണമെന്നുള്ള പ്രാർത്ഥനയിലാ ഈ ഞാനും. പൈസ അങ്ങോട്ട് പിടിക്കും. വാങ്ങിയ മതിയാവും. പിടിക്കങ്ങോട്ട്. വന്ദനെ, ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് മുകളിലിരിക്കുന്നവൻ തീരുമാനിക്കുന്നതാ. അത് അതുപോലെ നടക്കും. വന്ദനയോടുള്ള ഇഷ്ടം കൂടി നീ അറിയാതെ തന്നെ നിന്റെ കഴുത്തിൽ ജഗൻ ബോധപൂർവം താലികെട്ടി ചതിച്ചതല്ല. സംഭവിച്ചതെല്ലാം പൂർവ്വ നിശ്ചയപ്രകാരം നടന്നതാ. വന്ദന, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. വന്ദനയ്ക്ക് പങ്കാളിയായി വിധിച്ചത് ജഗനെയായിരുന്നു. പരസ്പരം പഴിചാരലും ഈ കുറ്റപ്പെടുത്തലുകളും ഒക്കെ കളഞ്ഞുകൂടെ? ജീവിതമാണ്. കാലം കടന്നുപോയിക്കൊണ്ടേയിരിക്കും. ജീവിതം എത്രത്തോളം ജീവിച്ചു തീർത്തു എന്ന് കാലം ഒരിക്കലും കണക്കെടുക്കില്ല. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം രണ്ടുപേരുടെയും മനസ്സുകൾ തമ്മിലുള്ള അകലം. ഈ ശീതസമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ആന്റി പോയിട്ട് വരാം. പ്രകാശ, വളർന്നു വന്നപ്പോ പൊക്കവും തടിയും മാത്രമല്ല, ഉള്ളിലെ സ്വാർത്ഥതയും കൂടി അങ്ങ് വളർന്നു. സ്വാർത്ഥതയൊട്ടും പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്പം കൂടിപ്പോയില്ലേ എന്നൊരു സംശയം മാത്രം. ഒരു പുരുഷായുസ് മുഴുവൻ മക്കളെയെന്നും പറഞ്ഞ് ജീവിച്ചയാളാ മാധവേട്ടൻ. രണ്ടടുപ്പിൽ തീ പുകഞ്ഞാലും പൊള്ളുന്നത് ആ മനസ്സിനായിരിക്കും. വേണ്ട മോനെ, അത് വേണ്ട. നിന്റെ ഉള്ളില് നീ പോലും അറിയാത്ത ഒരു നല്ല മനുഷ്യനുണ്ട്. അതെനിക്കറിയാം. മാനത്തെ കൊട്ടാരം